FACT കാർഷിക ഈ പരിപാടിയുടെ സഹകരണം फर्टिलाइजर्स एंड केमिकल्स ट्रावनकोर लिमिटेड उद्योगमंडल एर्नाकुलम। लेकिन मैं किसान भाई बहनों को भी कहूंगा कि आपको भी मेरी मदद करनी होगी, और वो मेरी मदद है इतना ही नहीं, मेरे किसान भाई बहन आपकी भी मदद है, और वो है ये धरती माता को बचाना। हम धरती माता को अगर नहीं बचाएंगे तो यूरिया की कितने ही थैले डाल दे, ये धरती मां हमें कुछ नहीं देगी। और इसलिए जैसे शरीर में बीमारी हो जाए तो दवाई भी हिसाब से लेनी पड़ती है। 2 गोली की जरूरत है, 4 गोली खा लें तो शरीर को फायदा नहीं, नुकसान हो जाता है। वैसा ही ये धरती मां को भी अगर हम जरूरत से ज्यादा, पड़ोस वाला ज्यादा बोरी डालता है इसलिए मैं भी बोरी डाल दूं, इस प्रकार से अगर करते रहेंगे तो ये धरती मां हमसे रूठ जाएगी। यूरिया खिला खिला करके हमें धरती माता को मारने का कोई हक नहीं है। ये हमारी मां है, हमें उस मां को भी बचाना है। ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയവാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു.
ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ: നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹ വാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹ വാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മുള എന്ന പ്രകൃതി വിഭവത്തെ പറ്റിയാണ്. ഉഷ്ണമേഖല, ഉപോഷ്ണമേഖല, മിതശീതോഷ്ണ മേഖല പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന അതിവേഗം വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട വലിയ സസ്യങ്ങളാണ് മുളകൾ. പാരമ്പര്യവും ആധുനികവുമായ അസംസ്കൃത വസ്തു എന്ന നിലയിൽ ഇവയ്ക്ക് ധാരാളം ഉപയോഗങ്ങളും പാരിസ്ഥിതിക സാമ്പത്തിക പ്രാധാന്യവും ഉണ്ട്. ലോകത്ത് 121 ജനുസുകളിലായും 1642 സ്പീഷീസുകളും ഇന്ത്യയിൽ 144 സ്പീഷീസുകളും 6 ഉപസ്പീഷീസുകളും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ വനപ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും തുടങ്ങി ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇവ ധാരാളമായി കണ്ടുവരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ, സുസ്ഥിര വികസനം, ജൈവ പുനരുദ്ധാരണം, പരിസ്ഥിതി സംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം, മണ്ണൊലിപ്പ് പ്രതിരോധം തുടങ്ങിയ നിരവധി മേഖലകളിൽ മുളകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. മുളകൾക്ക് മരങ്ങളെക്കാൾ 15 മുതൽ 35% കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്നും ആഗിരണം ചെയ്യാൻ ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോളതാപനത്തിനെ ഇവ ചെറുക്കുന്നു. പേപ്പർ, ഫർണിച്ചർ, ഫ്ലോറിംഗ്, പാനൽ, അഗർബത്തി, കർട്ടൻ, കരകൗശല്യ വസ്തുക്കൾ, തുണി, കെട്ടിട നിർമ്മാണം, ചാർക്കോൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പരമ്പരാഗത ആഭരണ നിർമ്മാണം, സംഗീതോപകരണ നിർമ്മാണം, മുളക്കമ്പുകൾ കൊണ്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി ഒട്ടനവധി ഉപയോഗങ്ങൾ മുളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ മുള ഒരു വനവിഭവം എന്നതിലുപരി വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്തു വരുന്നു. അടുത്തതായി വിവിധയിനം മുളകളെ പരിചയപ്പെടാം. മുള്ളുമുള അഥവാ ബാംബൂസ ബാംബൂസ്, ഇടതൂർന്ന രീതിയിൽ നിബിഡമായി കാണപ്പെടുന്ന മുളകളോട് കൂടിയ ഇനം. 30 മീറ്റർ ഉയരവും 6 മുതൽ 12 സെന്റിമീറ്റർ വ്യാസവും ഇടമുട്ടുകൾക്ക് 20 മുതൽ 40 സെന്റിമീറ്റർ നീളവും ഉണ്ട്. ആർദ്ര ഇല പൊഴിയും കാടുകളിൽ നല്ല വളർച്ച കാണിക്കുന്നു. നടുന്ന അകലം 6x6 മീറ്റർ ആവാം. വിത്തുക്കൾ വഴിയുള്ള പ്രജനനം സാധ്യമാണ്. ഉപയോഗം: കരകൗശല വസ്തുക്കൾ, പേപ്പർ, ഗൃഹോപകരണങ്ങൾ, മുള കൊണ്ടുള്ള വീടുകൾ എന്നിവയുടെ നിർമ്മാണം. മുള്ളുകൾ ഉള്ളതിനാൽ വേലികൾ നിർമ്മിക്കാൻ അനുയോജ്യം.
മുളയരിക്കും മുളങ്കൊമ്പും ഭക്ഷ്യയോഗ്യമാണ്. ആസാം മുള അഥവാ ബാംബൂസ ബാൽക്കോവ ഇടത്തരം വലിപ്പം തൊട്ട് വളരെ വലിയ മുളം കൂട്ടമായി വളരുന്നു. തണ്ടുകൾക്ക് ഇരുണ്ട പച്ച നിറവും 12 മുതൽ 22 മീറ്റർ ഉയരവും 6 മുതൽ 15 സെന്റിമീറ്റർ വ്യാസവും ഇടമുട്ടുകൾക്ക് 20 മുതൽ 40 സെന്റിമീറ്റർ നീളവുമുണ്ട്. കട്ടി കൂടിയ മുളത്തണ്ടുകൾ ആയതിനാൽ ഉൾവശത്ത് പൊള്ളയായ ഭാഗം കുറവാണ്. മുട്ടുകൾക്ക് മുകളിൽ വെള്ള നിറത്തിലുള്ള വലയം കാണാം. ആർദ്ര ഇലപൊഴിയും കാടുകളിൽ കണ്ടുവരുന്നു. നടുന്ന അകലം 5x5 മീറ്റർ ആവാം. മുളത്തണ്ടുകളിൽ ഹോർമോൺ ഉപയോഗിച്ചോ ടിഷ്യൂ കൾച്ചർ വഴിയോ പ്രജനനം നടത്താം. ഉപയോഗം അഗർബത്തി, കരകൗശല വസ്തുക്കൾ, കെട്ടിട നിർമ്മാണം. ബാംബൂസ ഫ്ലോറിമോർഫ വളരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത ഇനം. ചില പ്രദേശങ്ങളിൽ വേനൽക്കാലങ്ങളിൽ ഇലപൊഴിക്കുന്നു. 15 മുതൽ 25 മീറ്റർ ഉയരവും 8 മുതൽ 15 സെന്റിമീറ്റർ വ്യാസവും ഇടമുട്ടുകളുടെ നീളം 40 മുതൽ 60 സെന്റിമീറ്ററുമാണ്. ഇളം തണ്ടുകൾ തവിട്ടു കളർന്ന പച്ച നിറവും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മഞ്ഞ നിറവും ആകുന്നു. വളർച്ച എത്തുമ്പോൾ ഇത് ചാരം കളർന്ന പച്ച നിറമായി മാറുന്നു. നടുന്ന അകലം 5x5 മീറ്റർ ആണ്. പ്രജനനം പ്രധാനമായും വിത്തുക്കൾ വഴി. ഉപയോഗം മുളം കമ്പുകൾ ഭക്ഷ്യയോഗ്യമാണ്. കെട്ടിടം, കരകൗശല വസ്തുക്കൾ, ഫർണിച്ചർ, പേപ്പർ എന്നിവയുടെ നിർമ്മാണത്തിന്. ബാംബൂസ ടൂൾഡ കൂട്ടത്തോടെ വളരുന്ന നിത്യഹരിത ഇനം. ചില പ്രദേശങ്ങളിൽ ഇല പൊഴിക്കുന്നു. മുളം തണ്ടുകൾക്ക് 7 മുതൽ 23 മീറ്റർ ഉയരവും 5 മുതൽ 10 സെന്റിമീറ്റർ വ്യാസവും ഇടമുട്ടുകൾക്ക് 40 മുതൽ 70 സെന്റിമീറ്റർ നീളവുമാണ്. ഒപ്പം വെളുത്ത വലിയ വളയവും കാണാം. ഇളം തണ്ടുകൾ തിളക്കമാർന്ന പച്ച നിറമാണ്. പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ചാരം കളർന്ന പച്ച നിറത്തിൽ കാണാം. ഇവ വളരുന്ന മണ്ണിൽ നൈട്രജൻ, കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ കൂടിയ അളവിൽ കാണപ്പെടുന്നു. നടുന്ന അകലം 5x5 മീറ്റർ ആവാം. പ്രജനനം വിത്തുക്കൾ വഴി. ഉപയോഗം കെട്ടിടം, വീട്, കളിപ്പാട്ടങ്ങൾ, കുട്ടകൾ, പേപ്പർ എന്നിവയുടെ നിർമ്മാണത്തിന്. മുളംകമ്പുകൾ അച്ചാറിനായി ഉപയോഗിക്കുന്നു. അഗർബത്തി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ ഇനം ആനമുള അഥവാ ഡെൻഡ്രോകെലാമസ് ജൈജാൻഷ്യസ്. ഏറ്റവും ഉയരത്തിൽ വളരുന്ന ഇനം. ഉയരം 30 മുതൽ 40 മീറ്റർ, വ്യാസം 20 മുതൽ 30 സെന്റിമീറ്റർ, ഇടമുട്ടുകളുടെ നീളം 35 മുതൽ 40 സെന്റിമീറ്റർ എന്നിവയായിരിക്കും. മുളം തണ്ടുകൾ കട്ടി കൂടിയതും ഇരുണ്ട പച്ച നിറമായുമാണ് കാണുന്നത്. ഇരുണ്ട പച്ച നിറമാർന്നതുമാണ്. ഈർപ്പമുള്ള കുന്നിൻ ചെരിവുകളിലും ഫലഭൂഷ്ഠിതമായ സമതല പ്രദേശങ്ങളിലും ഇവ നന്നായി വളരുന്നു. നടുന്ന അകലം 8x8 മീറ്റർ ആണ്. പ്രജനനം പ്രധാനമായും വിത്തുക്കൾ വഴി. ഉപയോഗം പേപ്പർ, കെട്ടിട നിർമ്മാണം, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണങ്ങൾക്ക്. മുളക്കൊമ്പുകൾ ഭക്ഷ്യയോഗ്യമാണ്. നീളൻ മുള അഥവാ ഡെൻഡ്രോകെലാമസ് ലോജിൻസ്പാത്തസ് ഉയരത്തിൽ കൂട്ടമായി വളരുന്ന ഇനം. ഉയരം 20 മുതൽ 24 മീറ്റർ, വ്യാസം 6 മുതൽ 10 സെന്റിമീറ്റർ, ഇടമുട്ടുകളുടെ നീളം 25 മുതൽ 60 സെന്റിമീറ്റർ എന്നിവയാണ്. ഇളം പ്രായമുള്ള തണ്ടുകൾക്ക് ഇളം പച്ച നിറവും വളർച്ചയെത്തിയാൽ ചാരനിറം കലർന്ന പച്ച നിറവുമാണ്. നടുന്ന അകലം 5x5 മീറ്റർ ആവാം. പ്രജനനം വിത്തുക്കൾ വഴി. ഉപയോഗം കരകൗശല വസ്തുക്കൾ, പേപ്പർ, ടൂത്ത്പിക്ക് എന്നിവയുടെ നിർമ്മാണങ്ങൾക്ക്. ഊയിമുള അഥവാ ഡെൻഡ്രോകെലാമസ് സ്റ്റോക്സി ഇടത്തരം വലിപ്പമുള്ള വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ഇനം. ഉയരം 6 മുതൽ 9 മീറ്റർ, വ്യാസം 2.5 മുതൽ 4 സെന്റിമീറ്റർ, ഇടമുട്ടുകളുടെ നീളം 15 മുതൽ 30 സെന്റിമീറ്റർ. പൊള്ളയില്ലാത്ത ദൃഢമായ മുളത്തണ്ടുകൾ പ്രത്യേകതയാണ്. നടുന്ന അകലം 4x4 മീറ്റർ ആവാം. പ്രജനനം മുളത്തണ്ടുകൾ വഴി. വിത്തുകൾക്ക് ബീജാകരണ ശേഷി കാണാറില്ല. ലാറ്ററൈറ്റ് ആയ മണ്ണിൽ സമൃദ്ധമായി വളരുന്നു. ഉപയോഗം കെട്ടിടം, ഫർണിച്ചർ, കരകൗശല വസ്തുക്കൾ, കുട്ട എന്നിവയുടെ നിർമ്മാണത്തിന്. കല്ലൻമുള അഥവാ ഡെൻഡ്രോകെലാമസ് സ്ട്രിക്ടസ് കൂട്ടത്തോടെ വളരുന്ന ഈ ഇനങ്ങൾ വരണ്ട ഇല പൊഴിയും വനങ്ങളിൽ കണ്ടുവരുന്നു. വൈവിധ്യമാർന്ന കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ വളർത്താൻ അനുയോജ്യം. മങ്ങിയ നീല കളർന്ന പച്ച നിറവും എന്നാൽ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പച്ച നിറമോ മഞ്ഞ നിറമോ ആയ മുളത്തണ്ടുകൾക്ക് 7 മുതൽ 30 മീറ്റർ ഉയരവും 2.5 സെന്റിമീറ്റർ മുതൽ 8 സെന്റിമീറ്റർ വ്യാസവും ഇടമുട്ടുകൾ 30 മുതൽ 45 സെന്റിമീറ്റർ നീളവും ആയിരിക്കും. നടുന്ന അകലം 3x4 മീറ്റർ ആണ്. പ്രജനനം വിത്തുക്കൾ വഴി. ഉപയോഗം സംഗീതോപകരണങ്ങൾ, കെട്ടിടം, പേപ്പർ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന്. മുളംകൊമ്പുകൾ ഭക്ഷ്യയോഗ്യമാണ്. ഈറ്റ അഥവാ ഓക്ലാൻഡ്ര ട്രാവൻകോറിക്ക ഇടത്തരം വലിപ്പമുള്ള കൂട്ടമായി പടർന്ന് വളരുന്ന ഈറ്റയിനം. നദീതീരങ്ങളിലും ഇലപൊഴിയും ഈർപ്പവനങ്ങളിലും അർദ്ധ നിത്യഹരിത വനങ്ങളിലും കണ്ടുവരുന്നു. ചാരം കലർന്ന പച്ച നിറത്തിലുള്ള മുളം തണ്ടുകളുടെ ഉയരം 2 മുതൽ 6 മീറ്റർ, വ്യാസം 2.5 മുതൽ 5 സെന്റിമീറ്റർ, ഇടമുട്ടുക്കളുടെ നീളം 45 മുതൽ 60 സെന്റിമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകളിലും തെക്കൻ കേരളത്തിലുമാണ് കണ്ടുവരുന്നത്. ഓക്ലാൻഡ്ര ജനസിൽ വരുന്ന 10 ഇനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. മുളം തണ്ടുകൾ വഴിയും വിത്തുക്കൾ വഴിയും പ്രജനനം സാധ്യമാണ്. ഉപയോഗം പേപ്പർ, പൾപ്പ്, പുല്ലാങ്കുഴൽ, കുട്ട, കരകൗശല വസ്തുക്കൾ, പായ, ബാംബു പ്ലൈ എന്നിവയുടെ നിർമ്മാണങ്ങൾക്ക്. നിലമൊരുക്കലും നടീലും. മുളകൾ സാധാരണയായി എല്ലാത്തരം മണ്ണിലും വളരുന്നതാണ്. നിരപ്പായ സ്ഥലങ്ങളിൽ കൂടുതൽ ഉയരത്തിൽ വളരുന്ന മുളകളും ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉയരം കുറവുള്ള മുളകളും മഴ ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയിൽ
വളരുന്ന ഇനങ്ങളും നടാം. മഴക്കാലത്തിന് 2-3 മാസം മുൻപ് തന്നെ നടീൽ സ്ഥലം തിരഞ്ഞെടുത്ത് കളകൾ, പുല്ലുകൾ, കുറ്റിച്ചെടികൾ എന്നിവ നീക്കം ചെയ്യുക. നല്ല നീർവാർച്ചയുള്ള മണ്ണ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. കാലവർഷത്തിന് തൊട്ടു മുൻപ് ലഭിക്കുന്ന മഴയാണ് മുള നടുന്നതിന് അനുയോജ്യം. ഭൂകാണ്ഡങ്ങൾക്ക് വലിപ്പം കൂടുതലായതിനാൽ അവ നടുമ്പോൾ കുഴിയെടുക്കേണ്ട അളവ് 60x60x60 മുതൽ 100x100x100 സെന്റിമീറ്ററും കമ്പുകളും തൈകളും നടുമ്പോൾ 30x30x30 മുതൽ 45x45x45 സെന്റിമീറ്ററും ആയിരിക്കണം. മഴയ്ക്ക് മുമ്പേ വളപ്രയോഗം നടത്തുന്നത് ഗുണകരമാണ്. ജൈവവളത്തിന് പുറമെ യൂറിയ, ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്നിവ ചെറിയ അളവിൽ ചേർക്കുന്നത് നന്ന്. തീരപ്രദേശങ്ങളിലും ചെങ്കൽ കുന്നുകളായ പ്രദേശങ്ങളിലും മുളകൾ നടുമ്പോൾ 2 അടി വലിപ്പമുള്ള കുഴികൾ കമ്പോസ്റ്റ്, ജൈവവളം, ചകിരിച്ചോർ എന്നിവ കലർന്ന് ചെമ്മൺ ഇട്ടതിനു ശേഷം നടാം. നട്ടതിനു ശേഷം കഠിനമായ വരൾച്ചയിൽ നല്ല നനയ്ക്കുകയും കൃത്യമായ ഇടവേളകളിൽ തുറു പരിപാലനം ചെയ്യുക വഴിയും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാം. അതായത് കേടുവന്ന മുളത്തണ്ടുകൾ വെട്ടി ഒഴിവാക്കിയാൽ വർഷത്തിലൊരിക്കൽ തുറവിന് ചുറ്റും 1 മീറ്റർ അകലം വിട്ട് മണ്ണ് ഉഴുതുമറിക്കൽ എന്നിവ അത്യാവശ്യമാണ്. വിളവെടുപ്പ് തോട്ടം ആരംഭിച്ച് 3-ാം വർഷം മുതൽ വാണിജ്യ ആവശ്യത്തിനായി മുളകളുടെ വിളവെടുപ്പ് നടത്താം. എന്നിരുന്നാലും മുളകൾ പൂർണ്ണ വളർച്ചയെത്തി വിൽക്കാൻ തുടങ്ങുന്നത് 4-ാം വർഷത്തിലാണ്. പൊതുവെ വലിയ ഇനം മുളകൾക്ക് 3-ാം വർഷം മുതൽ തന്നെ ഒരു മുളക്കൂട്ടത്തിൽ നിന്നും 2 മുളത്തണ്ടുകൾ ലഭ്യമാകും. തുടർന്ന് 8-ാം വർഷം മുതൽ ഓരോ തുറുവിൽ നിന്നും 10-ഓ അതിലധികമോ വെട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മുളത്തണ്ടുകളുടെ ആരോഗ്യകരമായ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. 2 വർഷത്തിൽ കൂടുതൽ പ്രായമായ മുളത്തണ്ടുകൾ ബലം കുറഞ്ഞ് പൊട്ടി നശിച്ചു പോവും എന്നതിനാൽ അവ തോട്ടത്തിൽ നിർത്തുന്നതും ലാഭകരമല്ല. മഴക്കാലത്തിന് ശേഷം ശൈത്യകാലം വരെയുള്ള സമയമാണ് വിളവെടുപ്പിന് ഉചിതം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടിന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15 FACT NPK
15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACT നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വനിതകളിലൂടെ കാർഷിക മുന്നേറ്റവും കാർഷികോൽപാദന വർധനവും ലക്ഷ്യമിട്ട് സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര കാർഷിക വികസനം എന്നതാണ് ആത്യന്തികമായ ഉദ്ദേശ്യ ലക്ഷ്യം. ലോകത്തെവിടെയും കൃഷി പുരുഷ കേന്ദ്രീകൃതമാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന്റെ കാര്യത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ്. കേരളത്തിലും ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളിലടക്കം പുരുഷന്മാരുടെ ജോലി സ്വസ്ഥം കൃഷി എന്നാണ് ചേർത്തിരുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സ്വസ്ഥം ഗൃഹഭരണം എന്നുമാണ് രേഖപ്പെടുത്തുക. എന്നാൽ കൃഷിയുടെ എല്ലാ തലങ്ങളിലും പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകളുടെയും പങ്കും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിന് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെ താരതമ്യേന ചെറിയ സംസ്ഥാനമായ കേരളം കാർഷികാഭിവൃദ്ധി ലക്ഷ്യമാക്കി സ്ത്രീകളുടെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പാക്കിയതും ഇപ്പോൾ നടപ്പാക്കുന്നതുമായ വനിതാ പങ്കാളിത്ത പദ്ധതികൾ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കാർഷികോത്പാദനത്തിൽ പ്രതീക്ഷാനുസൃതമായ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും കാർഷികാധിഷ്ഠിത സംരംഭങ്ങളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മറ്റും ശ്രദ്ധേയമായ പുരോഗതി നേടാൻ കേരളത്തിനായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകോത്തര മാതൃകയായ കുടുംബശ്രീ മിഷൻ കാർഷിക മേഖലയിലും വലിയ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. തരിശിട്ടിരിക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്ത് കുടുംബശ്രീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും പുഷ്പകൃഷിയും വാഴകൃഷിയും മറ്റും വിപണനാടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട്. കൃഷിയിലെ സ്ത്രീ പങ്കാളിത്തത്തിന്റെ അനുകരണീയമായ സാക്ഷ്യമാണിത്. വിമൺ ഇൻ അഗ്രികൾച്ചർ, ഞങ്ങളും കൃഷിയിലേക്ക്, കൃഷിക്കൂട്ടം, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയിട്ടുള്ള കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയാണ്. കൃഷി അനുവർത്തന മുറകളിൽ ഡ്രോൺ ഉപയോഗപ്പെടുത്തുന്നതിൽ പരിശീലനം നേടിയവർ, സ്വന്തം ഡ്രയറിൽ കൊപ്രയുണ്ടാക്കി സ്വന്തമായ ബ്രാൻഡിൽ വെളിച്ചെണ്ണയും ഉരുക്കു വെളിച്ചെണ്ണയും ഉത്പാദിച്ചു വിപണനം നടത്തുന്നവർ, കൂൺ കൃഷി നടത്തി കൂണിനും കൂൺ ഉൽപ്പന്നങ്ങൾക്കും വിപണി കണ്ടെത്തുന്നവർ, തേനീച്ച വളർത്തൽ ജീവനോപാധിയാക്കി തേനും മറ്റു ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നവർ തുടങ്ങിയ കേരളത്തിൽ കൃഷിയുടെ സമസ്ത മേഖലകളിലും സ്ത്രീകളുടെ കാർഷിക സംരംഭകത്വ വിജയഗാഥകൾ ഒട്ടനവധിയാണ്. മാത്രമല്ല, ഇതിലൂടെ കർഷകോത്പാദനം സാധ്യമാക്കുന്നു എന്ന പ്രത്യക്ഷ നേട്ടത്തിലുപരി സാമൂഹ്യ പുരോഗതിക്കും കുടുംബങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഒരുമയുടെ സന്തോഷം സന്നിവേശിപ്പിക്കുന്നതിനും സ്ത്രീകളുടെ നേതൃത്വ പാടവശേഷി ഉയർത്തുന്നതിനുമെല്ലാം കേരളം കൈക്കൊണ്ട സ്ത്രീപക്ഷ സമീപനമാണ് ഇപ്പോൾ ഇത് ഐക്യരാഷ്ട്രസഭയുടെ വനിതാ കർഷക വർഷ പ്രഖ്യാപനത്തിലൂടെ ലോകമാകെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. കാർഷിക കേരളം ഈ UN പ്രഖ്യാപനത്തെ സകുടുംബ കൃഷിയുടെ പ്രോത്സാഹനത്തിനും വ്യാപനത്തിനുമായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയേക്കാൾ കേരളീയ സാഹചര്യത്തിൽ കുടുംബ കൃഷിക്കാണ് പ്രാമുഖ്യം നൽകേണ്ടത്. ആളോഹരി ഭൂവിസ്തൃതിയുടെ പരിമിതിയടക്കം നിരവധി കാര്യകാരണങ്ങൾ കുടുംബകൃഷിക്കാണ് കേരളത്തിൽ അനുഗുണം. വീട്ടാവശ്യത്തിനുള്ള കായ്കറികളും മറ്റും കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് വീട്ടുവളപ്പിൽ സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുക്കുന്നതിന് വീട്ടമ്മമാർ മുൻകൈയെടുത്ത് മണ്ണിലേക്ക് ഇറങ്ങിയാൽ വീട്ടിലെ കുട്ടികളടക്കം കുടുംബത്തിലെല്ലാവരും തീർച്ചയായും അമ്മമാർക്കൊപ്പം കൂടും. ഏതാണ്ട് 65 ലക്ഷത്തോളം കുടുംബങ്ങൾ കേരളത്തിൽ അധിവസിക്കുന്നു എന്നാണ് കണക്ക്. വീട്ടാവശ്യത്തിനുള്ള വിഷം തീണ്ടാത്ത പച്ചക്കറികളും പഴങ്ങളും വിളയിച്ചെടുക്കുന്ന മണ്ണിൽ തൊട്ട ഒരുമയുടെ നന്മയായി കുടുംബകൃഷി മാറും. നമ്മുടെ
ഭക്ഷ്യോത്പാദനത്തിന്റെ ഏകദേശം 70% കുടുംബ കാർഷിക വ്യവസ്ഥയിൽ നിന്നാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കൃഷിക്കൂട്ടം, ഞങ്ങളും കൃഷിയിലേക്ക്, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പദ്ധതികളെ സ്ത്രീ പങ്കാളിത്ത കുടുംബകൃഷിക്കും സംഘകൃഷിക്കും അനുഗുണമാക്കി നമുക്ക് മാറ്റാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് DAP പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങൾ അടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം
വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം അടുത്തയാഴ്ച വീണ്ടും ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷിക